2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് ഔദ്യോഗികമായി രാഷ്ട്രീയത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ചിത്രമായ ജനനായകൻ കൈവരിക്കുന്ന രാഷ്ട്രീയ പ്രാധാന്യം അതീവ വലുതാണ്. ജനനായകൻ എന്ന സിനിമയിലെ വിവാദമാകുന്ന രാഷ്ട്രീയ സംഭാഷണങ്ങളിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താൻ വിജയ് തയ്യാറാകുന്നില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ജനുവരി 27 മദ്രാസ് ഹൈക്കോടതി ഈ വിഷയത്തിൽ നിർണായകമായ ഒരു വിധി പുറപ്പെടുവിക്കാൻ ഒരുങ്ങുന്നു. സിനിമയുടെ റിലീസിനെ കുറിച്ചുള്ള ആശങ്കയും അനിശ്ചിതത്വവും ശക്തമായി തുടരുകയാണ്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെയും കൗതുകത്തോടെയും കാത്തിരുന്ന വിജയ് ചിത്രമാണ് ജനനായകൻ. റിലീസിനെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു. ഈ മാസം പുറത്തിറങ്ങും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എങ്കിലും അതിന് നിശ്ചയിച്ചിരുന്ന റിലീസ് തീയതി പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ശക്തമായ രാഷ്ട്രീയ സൂചനകൾ അടങ്ങിയ സംഭാഷണങ്ങളും ചില തീവ്രമായ വയലൻസ് രംഗങ്ങളും നിയമപരവും സെൻസർ സംബന്ധവുമായ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതാണ് ചിത്രത്തിന്റെ റിലീസ് വൈകുന്നതിന് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നതും. നിർമ്മാതാവും സംവിധായകനും നിയമപരമായ തടസ്സങ്ങൾ മറികടക്കുന്നതിനായി ചില മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായേക്കാമെന്ന സൂചനകൾ ഉണ്ടെങ്കിലും സിനിമയുടെ ആത്മാവും ശക്തിയും അതിലെ രാഷ്ട്രീയ സംഭാഷണങ്ങളിലാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് വിജയ്. അതുകൊണ്ട് തന്നെ അവ പൂർണ്ണമായും ഒഴിവാക്കുകയോ അതിന്റെ തീവ്രത കുറയ്ക്കുകയോ ചെയ്യുന്നതിനെതിരെ താരം ശക്തമായി നിലകൊള്ളുന്നുണ്ട്. ഈ നിലപാടാണ് പല കോണുകളിൽ നിന്നും ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയരാൻ കാരണമായത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് മത്സരിക്കാനുള്ള സാധ്യത ശക്തമായി നിലനിൽക്കുന്നതിനാൽ ജനനായകൻ എന്ന ചിത്രത്തിന്റെ റിലീസ് സമയം നിർണായക രാഷ്ട്രീയ പ്രാധാന്യം കൈവരിക്കുന്നു. ചിത്രം വിജയിയുടെ രാഷ്ട്രീയ ആശയങ്ങളുടെയും ദർശനങ്ങളുടെയും മുഖപത്രമായാണ് പലരും കാണുന്നത്. സിനിമയിലെ രാഷ്ട്രീയ ഉള്ളടക്കം ലഘൂകരിക്കുന്നത് അതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശത്തെ ദുർബലപ്പെടുത്തുമെന്ന ഉറച്ച നിലപാടാണ് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ വിജയ് സ്വീകരിക്കുന്നത്. മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് മാറുന്നതിന് മുൻപുള്ള അവസാന സിനിമയെന്ന നിലയിൽ തന്റെ ആശയങ്ങളും നിലപാടുകളും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള അവസരമായാണ് വിജയ് ജനനായകൻ എന്ന സിനിമയെ കാണുന്നത്. ഇപ്പോഴുള്ള എല്ലാ വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും പിന്നിൽ വിജയുടെ ഈ ദൃഢനിശ്ചയമാണ് പ്രതിഫലിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. അതായത് ജനനായകൻ എന്ന സിനിമയിലൂടെ തന്റെ രാഷ്ട്രീയം ജനങ്ങളോട് തുറന്നു പറയുക എന്നതാണ് വിജയുടെ അന്തിമ ലക്ഷ്യമെന്നത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയെയും രാഷ്ട്രീയത്തെയും രണ്ടായി വേർതിരിച്ച് കാണാത്ത തമിഴ് ജനതയെ നേരിട്ട് അഭിസംബോധന ചെയ്യാനുള്ള ഏറ്റവും ശക്തമായ വേദിയായാണ് വിജയ് ഈ സിനിമയെ കണക്കാക്കുന്നത്. ഒരേ സമയം 1000 വേദികളിൽ പ്രസംഗിക്കുന്നതിലും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ശക്തിയാണ് ഒരു സിനിമയ്ക്കുള്ളതെന്ന് വിജയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംഘത്തിനും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വിജയ് കടുംപിടുത്തം പിടിക്കുന്നത് സ്വാഭാവികമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ജനനായകൻ റിലീസ് വൈകുന്നതിൽ വിജയ് മാനസികമായി തളരേണ്ട യാതൊരു കാരണവുമില്ലെന്നതും ശ്രദ്ധേയമാണ്. മറിച്ച് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സിനിമ പുറത്തിറങ്ങുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായി വിജയ്ക്ക് കൂടുതൽ ഗുണകരമായേക്കുമെന്നാണ് വിലയിരുത്തൽ. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വിജയമോ സാമ്പത്തിക ലാഭമോ അല്ല, എത്രയധികം ആളുകളിലേക്ക് തന്റെ സന്ദേശം എത്തിക്കാനാകുന്നു എന്നതാണ് വിജയുടെ മുഖ്യ പരിഗണന. ജനനായകൻ എന്ന ചിത്രത്തിന്റെ ഭാവി ഇപ്പോൾ പൂർണ്ണമായും മദ്രാസ് ഹൈക്കോടതിയുടെയും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെയും തീരുമാനങ്ങളിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ജനുവരി 27 പുറപ്പെടുവിക്കുന്ന കോടതി വിധി അനുസരിച്ചായിരിക്കും ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം. വിജയ് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഈ സാഹചര്യത്തിൽ കോടതി എങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് അറിയേണ്ട അവസ്ഥയിലാണ് ആരാധകരും രാഷ്ട്രീയ നിരീക്ഷകരും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.